നമസ്കാരം. ഞാൻ ഒരു നിഷ്പക്ഷ രാഷ്ട്രീയവാദിയാണ്. ഒരു പാർട്ടിയിലുമില്ല. ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു രാഷ്ട്രീയ മീമാംസയിലും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും കേരളത്തിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ശോഭാ സുരേന്ദ്രൻ വരണം എന്നതാണ് ഞാനടക്കമുള്ള ഒത്തിരി സ്ത്രീകൾ, മെജോറിറ്റി ഓഫ് ലേഡീസ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് മുന്നിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. അതവർ ചെവികോർക്കും. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ചാരിറ്റി ആണെങ്കിലും മറ്റുള്ള സ്ത്രീകളുടെ ഹെൽപ്പാണെങ്കിലും നിരാശ്രയരായ ജനങ്ങൾക്ക് വേണ്ടിയും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അധികാരമോഹമില്ലാത്ത, ഒട്ടും സെൽഫിഷ് അല്ലാത്ത ഒരു നേതാവായിരിക്കും ശോഭാ സുരേന്ദ്രൻ. അവർ കേരളത്തിനൊരു മുതൽക്കൂട്ടാവും. അങ്ങനെ BJP എന്നത് നമ്മുടെ രാഷ്ട്രത്തിലെ BJPയുടെ ഒരു പാർട്ടായിട്ട് മാറും. ഇത് ഇവിടുത്തെ നേതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം സ്ഥാനക്കയറ്റത്തിന് വേണ്ടി നോക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ശോഭാ സുരേന്ദ്രനും മുരളീധരനുമൊക്കെയാണ് BJPയോട് കൂറുള്ള രാഷ്ട്രീയ നേതാക്കൾ. നിങ്ങൾ വിചാരിക്കും ഞാൻ BJPക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന്. നിങ്ങൾ അവർക്കൊരു പേരും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ചാണകസംഖ്യകൾ. എന്താണ് ഈ ചാണകസംഖ്യകൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന മന്ത്രിമാരും മന്ത്രിസഭയും ഒരു പാർട്ടിയും, അതാണ് BJP. അവർ കേരളത്തിലും കുറച്ച് സ്ട്രോങ് ആയാൽ അത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ പ്രതിപക്ഷം കടൽക്കിഴവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. രാഷ്ട്രീയ മോഹം, മുഖ്യമന്ത്രിയാകാനുള്ള മോഹത്തിൽ മാത്രം നിൽക്കുന്നത്. ചിലരുണ്ട് കേട്ടോ, എക്സെപ്ഷൻസ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ളവർ. അതെന്തോ ആവട്ടെ. എന്തായാലും സംസ്ഥാന പ്രസിഡൻ്റാകാൻ ശോഭാ സുരേന്ദ്രന് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.